സോ ഹേ ഗായ്സ്, ഇത് നമ്മുടെ ഡണ്ടേലി ഗോവ ട്രിപ്പിന്റെ ഡേ 1 വ്ലോഗ് ആണ്. ആദ്യം നമ്മളെല്ലാവരും നേരെ ബസ്സിലേക്കല്ല ട്രെയിനിലേക്ക് കയറി. കാരണം നമുക്ക് ബസ് മാംഗ്ലൂർ തൊട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ മാംഗ്ലൂർ വരെ ട്രെയിനിൽ പോയി. പക്ഷെ അറൌണ്ട് ഒരു ദിവസം മൊത്തം നമ്മൾ ട്രാവലിൽ കളഞ്ഞു. പക്ഷെ നമ്മൾ ബോറടിച്ചില്ല, നമ്മൾ തളർന്നില്ല, പതറിയില്ല. അങ്ങനെ ഒരു ബസ് വന്നു, ബസ് കയറി ഡണ്ടേലിയിൽ എത്തി. ആൻഡ് നമ്മൾ നേരെ ചെന്നു ഫ്രഷ് ആയി. ബിക്കോസ് നമുക്ക് അന്ന് രാവിലെ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്ന മൊത്തം. എന്ത് വാട്ടർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഫുഡ് മുഖ്യം. അങ്ങനെ നമ്മൾ ആദ്യമേ ഫുഡ് കഴിച്ചു, പിന്നെ നേരെ നമ്മൾ പോയി വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവിടെ ചെന്ന് ആദ്യം നമ്മൾ അഡ്വഞ്ചർ റാഫ്റ്റിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അഡ്വഞ്ചർ റാഫ്റ്റിംഗിന്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല. ബിക്കോസ് അവർ എക്സ്ട്രാ ചാർജ് പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും അതിനോട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ നോർമൽ റാഫ്റ്റിംഗിന്റെ വീഡിയോ വെച്ചിട്ട് അഡ്വഞ്ചർ റാഫ്റ്റിംഗ് അങ്ങ് കവർ ചെയ്യുകയാണ്. റാഫ്റ്റിംഗ് കഴിഞ്ഞ് നേരെ നമ്മളിത് ഈ ബബിളിലേക്ക് കയറി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങളുടെ കഷ്ടപ്പാട്. തവള ചാടുന്ന പോലെ അവിടെ രണ്ടെണ്ണം കൂടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. കാര്യം പറഞ്ഞാൽ അത് കറക്കാനാണ് നോക്കുന്നത്, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ അവസാനം ഒരു യുദ്ധം കഴിഞ്ഞ ഫീലിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കയാക്കിങ്ങിന് പോയി. ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് തുഴഞ്ഞിരുന്നെങ്കിലും ബോട്ട് വേറെ ഏതോ വഴിക്കായിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ നേരെ പോയി ഒരു ഐസ്ക്രീം കഴിച്ചു. ഇൻ ബിറ്റ്വീൻ ബാക്കിയുള്ളവർ സിപ്പ് ലൈനിലും കയറി. അങ്ങനെ നമ്മൾ അവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം വൈകുന്നേരത്തോട് കൂടി തീർത്തു. പിന്നെന്താ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, ഫുഡ്. നേരെ പോയി ഫുഡ് കഴിച്ചു. പിന്നെ ഇടയ്ക്ക് നമ്മൾ പുളിച്ചാടി റെയിൻ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ക്യാമ്പ് ഫയർ, ലാന്റേൺസ് പറത്തി, പിന്നെ കുറച്ച് വെടിയും പുകയായി. അങ്ങനെ നമ്മുടെ അന്നത്തെ ഡേ അവസാനിച്ചു. അപ്പൊ ശരി, എല്ലാവർക്കും ബൈ.